ബിഗ് ബോസ് വീടിനോട് വിട പറഞ്ഞിരിക്കുകയാണ് ഒന്നിയിലും അതേപോലെ തന്നെ നമ്മുടെ ശാരികയും. ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ എല്ലാവരും സംസാരിക്കുന്നത് അനീഷിനെ കുറിച്ചാണ്. അനീഷിനെ ബിഗ് ബോസ് സേഫാക്കിയതാണെന്നാണ് നമ്മുടെ ഷാനവാസിനോട് നവീൻ പറയുന്നത്. നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായില്ലേ? അവനെ സേഫാക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് കളിച്ച കളിയാണിതൊക്കെ. എൻ്റെ തലയിലും കുറച്ച് ചോറൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നവീൻ അതിൽ കൂടെ നടക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ അക്ബർ പറയുന്നുണ്ട്, പുറത്തിനി അനീഷാണോ ഹീറോ? അനീഷ് ഹീറോയാണെങ്കിൽ ഞാനായിരിക്കും എന്താണെങ്കിലും വില്ലൻ. ശരത്തിനോട് പറയുന്നുണ്ട്, നീ ആദ്യത്തെ വില്ലൻ, രണ്ടാമത്തെ വില്ലൻ ഞാനായാൽ മതി, എനിക്ക് രണ്ടാം സ്ഥാനം മതി എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ പുതിയൊരു അനൗൺസ്മെൻറ്റ് വന്നിരിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ ഒന്നീലിൻ്റെയും ശാരികേൻ്റെയും പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് സ്റ്റോർ റൂമിൽ കൊണ്ടുവെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആരും പറയുന്നുണ്ട് എന്താണെങ്കിലും അവർ തിരിച്ചു വരും, അവരുടെ റീ എൻട്രി എന്ന് പറയുന്നത് മാസമായിരിക്കും, അവരെന്താണെങ്കിലും വരും. ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരെ എവിടെയാണോ എന്താണ് എന്നൊന്നും കാണിക്കുകയില്ല, ഒരു ഏകാന്തവാസമായിരിക്കും അവർക്ക് ലഭിക്കാൻ പോകുന്നത്. അവിടെ മൈക്ക് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, ക്യാമറ പോലും ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. എന്താണെങ്കിലും ഇത് ഇനി അവർ ലൈവിൽ കാണിക്കില്ല എന്നുമാണ് പറഞ്ഞത്. ഇതുവരെയുള്ള സീസണുകളിൽ നമ്മൾ കണ്ടിട്ടുള്ളത് സീക്രട്ട് റൂമിൽ അവരെ നമ്മൾ കാണിക്കുന്നതാണ്. ഇങ്ങനെ ഒരു ഏകാന്തവാസം ഈ സീസണിൽ ആവശ്യമുണ്ടോ? അവരെ കാണിക്കണോ? നിങ്ങളുടെ വിലയേറിയ ഓരോ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കുക.